ഡോക്ടർ ദാനിഷ് സലീം, ഇപ്പോൾ ശ്രീ കെ ടി അജ്മൽ ഉണ്ട് അല്ലെ, അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ശ്രീ കെ ടി അജ്മൽ, ഈ കുട്ടിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന ആളുകളെ കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം കൂടി നടക്കണമല്ലോ, അത് ഇന്നത്തെ അവലോകന യോഗത്തിൽ ഉണ്ടായതുമാണല്ലോ, അത് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് അജ്മൽ? നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അത്തരം കൂടുതൽ സമ്പർക്കം ഉണ്ടായിരുന്ന ആളുകളോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. നിലവില് ആ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ മുഴുവൻ പ്രത്യേകം ശ്രദ്ധ വേണമെന്നുള്ളതും ആരോഗ്യവകുപ്പിൽ നിന്ന് നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ പ്രത്യേകമായി ഇനി കണ്ടെയ്ൻമെന്റ് സോണുകളാക്കണം, എന്തൊക്കെ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളത് ആരോഗ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും മറ്റു പ്രാദേശിക തലത്തിലുള്ള മെഡിക്കൽ ഓഫീസർമാരുടെയും യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളത് ആ മീറ്റിംഗിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തീരുമാനിക്കുക. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രതയോടുകൂടി നിൽക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നിലവിൽ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും തീരുമാനിക്കുന്നതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധികൾ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നത്. അജ്മൽ, ഒരു കാര്യം കൂടി, ഇത് വേറെ ഏതെങ്കിലും ആളുകൾക്ക് സമാന രോഗലക്ഷണങ്ങൾ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്നത്തെ കോൺഫറൻസിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നോ? ഇത് നിലവിൽ ഇത്തരത്തിൽ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഇപ്പൊ സ്വാഭാവികമായും ഈ മഴ സീസണാണ്, മഴക്കാല രോഗങ്ങൾ, പനി ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ പനിയും ഇതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആളുകളിൽ ഒരു പരിഭ്രാന്തി വരുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആശങ്കക്ക് ഇപ്പോ തൽക്കാലം അത്തരം ആശങ്കയ്ക്കൊന്നും വകുപ്പില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത്. നേരെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഒരു വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന മറ്റൊരു ആക്ക് കൂടി പനി ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള വിവരം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കൂടുതൽ നിരീക്ഷണത്തിന് വേണ്ടി അവർ ക്വാറന്റൈനിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ ചെക്കപ്പ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, നന്ദി ശ്രീ കെ ടി അജ്മൽ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഡോക്ടർ